കൂടുതൽ വിശദാംശങ്ങളുമായി അഭിജിത്ത് ജയൻ ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്തായാലും മുഴുവൻ പ്രതികളെയും 2 ദിവസത്തിനുള്ളിൽ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് പോലീസിന് ഒരു നേട്ടമാണ്. എങ്കിൽ കൂടി നമുക്കറിയാം 2019 ഒരു അതിക്രൂരമായ, നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനെടുത്ത അതേ സംഘമാണ് ഇപ്പോൾ വീണ്ടും കൊലപാതകം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വീഴ്ചയെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പോലീസ് ഇവരെ കൃത്യമായി മോണിറ്റർ ചെയ്യാത്തതും അതോടൊപ്പം തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായ ചില കോടതിയുടെ സാങ്കേതിക കാരണങ്ങളും എല്ലാം ഒരു വീഴ്ചയെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? തീർച്ചയായും ആരോമൽ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ആരോമൽ സൂചിപ്പിച്ചത് തന്നെയാണ്. ഒരു 4 വർഷം മുമ്പാണ് ഇത്തരത്തിൽ കരമനയിൽ അനന്തു വധക്കേസ് ഉണ്ടാകുന്നത്. ആ അനന്തു വധക്കേസിൽ ഉൾപ്പെട്ട പ്രതികൾ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ അഖിൽ കൊലപാതക കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിചാരണ നടക്കുന്ന വേളയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ആ വേളയിൽ തന്നെ ജാമ്യം കിട്ടിയ പ്രതികൾ പുറത്തിറങ്ങിയാണ് നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ അഖിലിനെ ഇത്തരത്തിൽ മർദ്ദിച്ച്, കമ്പിവടി കൊണ്ട് മർദ്ദിച്ച് അവസാനാക്കി കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഏതായാലും ഉണ്ടാവുകയും ചെയ്തത്. ഇതിൽ പോലീസിൻ്റെ വീഴ്ച വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പോലീസ് കൃത്യമായി 2 ദിവസം കൊണ്ട് തന്നെ പ്രതികളെ കൃത്യമായി പിടിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ പ്രോഗ്രസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ പോലീസിന് ഇത് സംബന്ധിച്ച് വീഴ്ചയുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു വേളയായി തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. കാരണം ഒരു കൃത്യമായ രീതിയിൽ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ നടന്ന കൊലപാതകമാണ് അനന്തു വധക്കേസ്. 4 വർഷം മുമ്പ് നടന്ന സംഭവം, ഒരു യുവാവിനെ, ഒരു ചെറുപ്പക്കാരനെ 10-12 മണിക്കൂറോളം ഒരിടത്ത് കെട്ടിയിട്ട് മർദ്ദിച്ച് അവശനാക്കി കത്തികൊണ്ടും മറ്റു മാരകായുധങ്ങൾ കൊണ്ടും പരിക്കേൽപ്പിക്കുകയും പിന്നീട് പീഡിപ്പിച്ച് അവശനാക്കി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായതാണെന്ന്. ആ കൊലപാതക കേസിൽ ഉൾപ്പെട്ട പ്രതികൾ എന്തുകൊണ്ട് ജാമ്യത്തിലിറങ്ങി ഇത്തരത്തിൽ മറ്റൊരു ക്രൂരകൃത്യത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസിനെ കുഴക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ജാമ്യം കിട്ടുന്നതിൽ ഉൾപ്പെടെ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്ന ഒരു ഘട്ടം കൂടി പൊതുസമൂഹത്തിൽ നിന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ പ്രതികൾ ഈ അഖിൽ കൊലപാതക കേസിൽ കൂടി ഉൾപ്പെട്ടതോടുകൂടി തന്നെ അവരുടെ അനന്തു വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യം അത് റദ്ദാക്കാൻ വേണ്ടി പോലീസ് ഇന്നിപ്പോൾ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തന്നെ അഖിൽ വധക്കേസിൽ ഉൾപ്പെട്ട കഴിഞ്ഞ ദിവസം ഈ സുമേഷ് ഉൾപ്പെടെയുള്ള പ്രതികളെ പിടികൂടിയിരുന്നു. വിനീത് രാജ്, സുമേഷ്, അഖിൽ എന്ന അപ്പു, ഈ 3 പേരുമാണ് കേസിൽ മുഖ്യപ്രതികൾ. ഇവരുൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റ് 4 പേരെ ഉൾപ്പെടെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ ഒരു നിർണായക നീക്കം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി, കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് പോകേണ്ടതുണ്ട്. പോലീസ് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇതിൻ്റെ അന്വേഷണം നടത്തിയെന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യുന്നു. അതിനകത്ത് DCP മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായി വരുന്നു. കരമന ഫോർട്ട് CIമാരും ഒപ്പം തന്നെ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറും ഇതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായി വരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓഫീസർ ലെവൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടന്നു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയുമാണ് മറ്റു ജില്ലകളിലേക്കും പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരെ പ്രതികൾ കടക്കാനുള്ള ഒരു സാഹചര്യത്തെ ഒഴിവാക്കുകയും ചെയ്തത്. അങ്ങനെ ഈ മുഖ്യപ്രതികളെ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ ഉൾപ്പെടെ പിടികൂടാനും കഴിഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പോലീസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ ഉൾപ്പെടെ ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഗൂഢാലോചനയിൽ പങ്കെടുത്ത കിരൺ കൃഷ്ണ, ഹരിലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസ് കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തി വരികയാണ്. മറ്റുള്ളവരുടെ പങ്കുൾപ്പെടെ ഈ കേസിൽ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ പ്രധാനമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ആരോമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 അനന്തു വധക്കേസ് അത് നാടിനെ ആകെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതിന് പിന്നാലെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പോത്തങ്കോട് ഒട്ടകം രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിലൊരു യുവാവിൻ്റെ വലതു കൈപ്പത്തി വെട്ടിയെടുത്തുകൊണ്ട് ആ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം വലത് കൈപ്പത്തി വെട്ടിയെടുത്ത് കളയുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ നാട്ടിൽ പൂർണ്ണമായും ക്രമസമാധാനം തകർന്നിരുന്നൊരു സാഹചര്യമായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഈ വലിയ തോതിൽ ക്രൈം മാപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇത്തരത്തിൽ ക്രൈം മാപ്പിംഗ് ഉൾപ്പെടെ നടത്തുകയും ചില ഗുണ്ട സംഘങ്ങളെ നാടുകടത്താൻ, കാപ്പ ചുമത്തി നാടുകടത്തുന്നതിലേക്കുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോയിരുന്നതുമാണ്. അതിനുശേഷം കഴിഞ്ഞ കുറേ നാൾ തലസ്ഥാനത്ത് മറ്റ് വലിയ പ്രശ്നങ്ങളോ ക്രമസമാധാന പ്രശ്നങ്ങളോ
കൊലപാതകങ്ങളോ കത്തിക്കുത്തോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അതിനൊക്കെ തന്നെ ശേഷമാണ് ഇപ്പോൾ അഖിൽ വധക്കേസ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റൂറൽ പോലീസും ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് ഇതെന്തുകൊണ്ട് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യമായി തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നത്. അവർ അറിയുന്നതിൽ ഇത്തരത്തിൽ അവർക്ക് വീഴ്ച സംഭവിച്ചോ എന്നതിൽ ഉൾപ്പെടെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ എതിർപ്പുകൾ നേതൃത്വങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പോലും അതിനപ്പുറം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ്. ലഹരി സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ലഹരി സംഘങ്ങളെ കൃത്യമായി അമർച്ച ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഇതിനകത്ത് ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ആരോമൽ. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ 26-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് പാപ്പനംകോട്ട ഒരു ബാറിൽ വെച്ച് സംഘർഷമുണ്ടാകുന്നു. കൊല്ലപ്പെട്ട അഖിലും എതിർ സംഘങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. ഇതിന് പിന്നാലെ തന്നെ അഖിൽ ഈ എതിർ സംഘങ്ങളിൽപ്പെട്ട ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി കല്ലുപയോഗിച്ച് ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ മുൻവൈരാഗ്യം എന്നോണമാണ് ഈ അഖിലിനെ ഇത്തരത്തിൽ എതിർ സംഘത്തിൽപ്പെട്ട പ്രതികൾ ചേർന്ന് വലിയ നിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ കൊലപ്പെടുത്തുകയും കമ്പി വടിക്കടിച്ച് മർദ്ദിക്കുകയും തുടർന്ന് ഈ കരിങ്കല്ല് ഉപയോഗിച്ച് നെഞ്ചിലേക്ക് വലിച്ചെറിയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. അത്രത്തോളം ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ള രീതിയിലായിരുന്നു ആ കൊലപാതകം എന്നതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലും സംഭവത്തിൻ്റെ നേർചിത്രം എത്രത്തോളമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായതുമാണ്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. ഉടൻ തന്നെ കരമന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും പ്രതികളെ കൃത്യസമയത്ത് പിടികൂടാനും കഴിഞ്ഞു എന്നതും ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. തലസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരമാണ് എന്ന് പറയുമ്പോൾ പോലും ഇനി ഇത്തരത്തിലുള്ളൊരു സംഭവം കേരളത്തിലൊട്ടാകെ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ പോലീസിൽ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നു. ഞാൻ നേരത്തെ പങ്കുവച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളെയും ഒപ്പം തന്നെ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട പ്രതികളെയും ഉൾപ്പെടെ ഇന്നിപ്പോൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. പോലീസ് കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്ത് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകി തെളിവെടുപ്പിനും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിനും ഒക്കെയായി പ്രതികളെ കൊണ്ടുപോകുമെന്നതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകാതെ ഉണ്ടാകും. നമ്മൾ ഇന്നലെ ക്രൈം സീനിൽ കൃത്യമായി പോയിരുന്നു. അവിടെ പോയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ഒരു 10-15ഓളം വരുന്ന യുവാക്കൾ പല ഘട്ടങ്ങളിലായി തമ്പടിച്ച് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇനിയും ഒരു പക്ഷേ അവിടെ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവിടെ ഒരു പോലീസ് സുരക്ഷ പോലും ഇല്ലാതെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു സാന്നിധ്യം പോലും ഇല്ലാതെയാണ് അവിടെ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ ആ ഭാഗം കേന്ദ്രീകരിച്ച് മാത്രമല്ല തലസ്ഥാനത്ത് പല പോക്കറ്റ് റോഡുകൾ കേന്ദ്രീകരിച്ചും സാമൂഹ്യ വിരുദ്ധരുടെയും ഒപ്പം തന്നെ ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെയും അഴിഞ്ഞാട്ടമുണ്ട്. അത് കൃത്യമായി പോലീസിന് തടയാൻ കഴിഞ്ഞേ തീരൂ. മാത്രമല്ല റൂറൽ പോലീസിങ്ങും ഒപ്പം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആക്ഷൻ പ്ലാനുകൾ കൃത്യമായ സ്ട്രാറ്റജി നടപ്പിലാക്കിയാൽ മാത്രമേ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ പിടിയിലായിട്ടുള്ള പ്രതികൾക്കാകെ തന്നെയും ലഹരി മാഫിയ സംഘത്തിൻ്റെ വലിയൊരു ബന്ധമുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. കൊല്ലപ്പെട്ട അഖിലിന് ഇതുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയ സംഘവുമായി ബന്ധപ്പെട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ പോലും അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് പറയുമ്പോൾ പോലും ഈ പിടിയിലായിട്ടുള്ള പ്രതികൾക്കാകെ തന്നെയും ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അത് കൃത്യമായി പോലീസിനെ അന്വേഷിക്കേണ്ടി വരും. എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത്, എന്തായിരുന്നു ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണ്ടിവരും. അല്ലാതെ ഇതിൽ പോലീസിനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ഗുണ്ടാ കുടിപ്പക എന്നതിലുപരി ലഹരി റാക്കറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DCP P. നിതിൻ രാജുമായി ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഏതായാലും ഗൂഢാലോചനയിൽ ഇപ്പോൾ 4 പേർ ഉൾപ്പെട്ടു എന്നതാണ് പോലീസിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യപ്രതികളിൽ 3 പേരാണ്. വിനീത് രാജും അഖിൽ എന്നിങ്ങനെ 7 പേരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വിവരം. കൂടുതൽ ആൾക്കാർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നതിൽ ഉൾപ്പെടെ ഞങ്ങളുടെ ടീം വിശദമായി അന്വേഷിക്കുമെന്നുള്ള കാര്യം DCP വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആരോമൽ, ഏതായാലും സമാനതകളില്ലാത്ത ഒരു കൊടും ക്രൂര കൃത്യം തന്നെയാണ് തിരുവനന്തപുരത്ത് നടന്നത്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് കരമന നിവാസികൾ ഇപ്പോഴും മുക്തരാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ നാട് കൂടിയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെ തന്നെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കും പങ്കുവയ്ക്കാൻ കഴിയുന്നത്.
ഇതെന്തുകൊണ്ട് വീണ്ടും വീണ്ടും തുടർക്കഥയാകുന്നു എന്നുള്ള ചോദ്യം പ്രധാനമായും അവശേഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും പോലീസിന് കൃത്യമായി പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. ഈ കേസന്വേഷണം ആദ്യഘട്ടം മുതൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. ആ ഓഫീസേഴ്സ് അടങ്ങുന്ന സംഘം അത് ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിലേക്ക് ഉണ്ടായ മോട്ടീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വിശദമായ അന്വേഷണം ഇതിന് പിന്നാലെ ഉണ്ടാകും. മാത്രമല്ല ലഹരി സംഘങ്ങളെ ഉൾപ്പെടെ അമർച്ച ചെയ്യുന്നതടക്കമുള്ള പോലീസിൻ്റെ നടപടികൾ കാര്യക്ഷമമായി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് DCP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. അത് കൃത്യമായി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആരോമൽ. ശരി അഭിജിത്ത്, എന്തായാലും നിഷ്ഠൂരമായൊരു കൊലപാതകം നടന്നു. എന്തായാലും അതിലെ എല്ലാ പ്രതികളെയും പിടിക്കാൻ സാധിച്ചത് പോലീസിന് നേട്ടമായി കാണാമെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും, അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവ് ശേഖരിച്ച് ഇവർക്കെതിരെയുള്ള കുറ്റപത്രം മികച്ച രീതിയിൽ തയ്യാറാക്കേണ്ടതും പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം സാങ്കേതികത്വം പറഞ്ഞ് കോടതി നടപടികൾ വൈകിക്കുന്നതാണ് ഇത്തരം പ്രതികൾ പുറത്തിറങ്ങാനുള്ളൊരു കാരണവും എന്നും പറയുന്നു. അതൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും മറികടക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത് അഭിജിത്ത് ജയൻ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.